SAT ആശുപത്രിയിലെ ആ സംഘർഷാവസ്ഥ അതിന് ചെറിയൊരു അയവ് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവിടെ പ്രതിഷേധം ഉണ്ടെന്ന് തോന്നുന്നു. അതെ, എന്തായാലും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത് ഇത്രമാത്രം ഗുരുതരമായ സാഹചര്യത്തിലേക്ക് വീണുപോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ് ഈ അത്യാഹിത വിഭാഗത്തിൽ വൈദ്യുതി തടസ്സപ്പെട്ടത്. 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു എന്നാണ് അവിടെ നിന്നും ലഭിച്ച പരാതികളും ആക്ഷേപങ്ങളും എല്ലാം തന്നെ. 3 മണിക്കൂറിന് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമർ തകരാറിലായതാണ് കാരണം. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കമ്മീഷൻ അംഗം സുനന്ദ ആശുപത്രി സന്ദർശിച്ച് റിപ്പോർട്ട് നൽകണം. വൈദ്യുതി തടസ്സപ്പെട്ടത് അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണ നിലയിൽ നമുക്കിത് ഉണ്ടാകാത്തതാണ്, ഒരിക്കലും ഉണ്ടാകാത്തതാണ്. കാരണം നമ്മൾ പവർ സപ്ലൈ ഇന്ററപ്റ്റഡ് ആയാൽ ജനറേറ്റർ ഉണ്ട്, ജനറേറ്ററിലൂടെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കാൻ കഴിയും. സാങ്കേതിക അന്വേഷണം നമുക്ക് ഇതിനകത്ത് സാങ്കേതിക അന്വേഷണമല്ലേ നടത്താൻ പറ്റത്തുള്ളൂ. സാങ്കേതിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ സമഗ്ര അന്വേഷണം നടത്തുന്നുള്ളത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു തത്സമയം SAT ആശുപത്രിക്ക് മുന്നിൽ നിന്നും. ഷഫീദ്, നിലവിലവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഈ അത്യാഹിത വിഭാഗത്തിലടക്കം ഇപ്പോൾ വൈദ്യുതി വന്നു കഴിഞ്ഞു. അതിന്റെ ആശ്വാസത്തിൽ അവിടെ ബന്ധുക്കളും ഒപ്പം തന്നെ കൂട്ടിരിപ്പുകാരൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും മറുഭാഗത്ത് അവിടെ BJP ഒക്കെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നു. ഇപ്പോഴും അവിടെ പ്രതിഷേധം ഇവിടെ ഉണ്ടോ? ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? എന്തായാലും വളരെ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ 2 മണിക്കൂർ നേരം ആ ആശുപത്രി ഉണ്ടായത് എന്ന് പറയാതെ വയ്യല്ലോ. വിവരങ്ങൾ. പ്രജിനൻ പ്രവിധ, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച്, സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ച് സമാനതകളില്ലാത്തൊരു വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ 3 മണിക്കൂർ തിരുവനന്തപുരം നഗരത്തിലെ, തലസ്ഥാന ജില്ലയിലെ, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കിൽ വൈദ്യുതി തടസ്സമുണ്ടായി, ഒരു ആശുപത്രിയിൽ വൈദ്യുതി തടസ്സമുണ്ടായി എന്നുള്ള കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള, ഒരുപക്ഷെ ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 7 മണിയോടുകൂടി പവർ സപ്ലൈ ബ്രേക്കായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിൽ നമുക്കിപ്പോൾ കിട്ടുന്ന സാങ്കേതികമായിട്ടുള്ളൊരു വിവരം അനുസരിച്ച് ഒരു ഇൻഡോർ ട്രാൻസ്ഫോമർ, അതായത് പുറത്തു നിന്ന് KSEBയുടെ വൈദ്യുതി അതൊരു ഇൻഡോർ ട്രാൻസ്ഫോമറിലേക്ക് വരികയും ആ ഇൻഡോർ ട്രാൻസ്ഫോമർ വഴി ആശുപത്രി പ്രവർത്തിക്കുകയും ആശുപത്രിയിൽ വൈദ്യുതി സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതാണ് രീതി. എന്നാൽ ഈ ഇൻഡോർ ട്രാൻസ്ഫോമർ തകരാറിലായിരുന്നു എന്നുള്ളതാണ് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായി ഇപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ വാക്വം സർക്യൂട്ട് ബ്രേക്കർ എന്നുള്ള ഒരു സംവിധാനത്തിന് തകരാർ സംഭവിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ആ സംവിധാനത്തിന് തകരാർ സംഭവിച്ച ഈ താൽക്കാലികമായി ഉണ്ടായിരുന്ന ട്രാൻസ്ഫോമർ റൺ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ആ പ്രതിസന്ധി ഉണ്ടാകാതിരുന്നത്. ഇപ്പോൾ ആ സംവിധാനം തീർന്നതോടുകൂടിയാണ് ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ഏതാണ്ട് അല്പസമയം മുൻപ് വരെ SAT ആശുപത്രിയിൽ, അതായത് കുട്ടികൾക്കും അമ്മമാർക്കുമുള്ള ഒരു പ്രത്യേക വിഭാഗം തന്നെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേക ബ്ലോക്കായി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുള്ളിലെ ആശുപത്രിയായിട്ടുള്ള SAT ആശുപത്രിയിൽ ഈ പ്രതിസന്ധി ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. കാരണം ഈ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളടക്കം ഇക്കാര്യത്തിൽ പറഞ്ഞത്, അവരൊക്കെ ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, അതല്ലെങ്കിൽ ഈ പ്രസവം കഴിഞ്ഞ് വിദഗ്ധ ചികിത്സ ആവശ്യമായിട്ടുള്ള കുട്ടികൾ ഇൻക്യുബേറ്ററുകളിൽ, ICUവിൽ, അതേപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലേബർ റൂമിൽ ഈ പെയിനിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത ശേഷം വിശ്രമിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈ പുറത്തു നിന്ന ബൈസ്റ്റാൻഡേഴ്സിന് അപ്പാടെ ആശങ്കയുണ്ടാക്കിയത് അക്കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ വൈദ്യുതി ബന്ധം പോകുന്നത് അരമണിക്കൂറോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒന്നുമല്ല, 3 മണിക്കൂറിലധികം സമയം തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വൈദ്യുതി ഇല്ലാതെ വന്നതോടുകൂടിയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ നമുക്ക് ഈ SAT ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ബ്ലോക്കിന് മുൻവശത്ത് ഇപ്പോൾ BJP പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കും. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട്, അല്ലെങ്കിൽ സർക്കാർ വീഴ്ച, ആരോഗ്യവകുപ്പിന്റെ വീഴ്ച അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ BJP പ്രതിഷേധം നടക്കുന്നത്. മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിനൊടുവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ BJP പ്രവർത്തകരുടെ പ്രതിഷേധം അത് ആശുപത്രി പരിസരത്ത് തുടരുകയാണ്. നമുക്ക് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് ഈ തലസ്ഥാന ജില്ലയായിട്ടുള്ള തിരുവനന്തപുരത്തെ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ഈ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് അത് 3 മണിക്കൂറിലധികം സമയം നീണ്ടു. അല്ല ഷഫീദ്, 3 മണിക്കൂറിന് മാത്രം കാര്യമല്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കണം. കാരണം 2 ദിവസമായിട്ട് അവിടെ ഈ രീതിയിൽ വൈദ്യുതി ഇല്ല. ജനറേറ്ററിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് ആശുപത്രി. പ്രത്യേകിച്ചും ഈ ICUയും കാഷ്വാലിറ്റിയും ഒക്കെ എന്ന് പറയുമ്പോൾ അത് അതീവ ഗുരുതരമായ കാര്യമാണ്. അതിലൊരു ഇടപെടൽ 2 ദിവസമായിട്ട് ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ജനറേറ്ററും പ്രവർത്തനം നിലച്ചതോടുകൂടിയാണ് ഇത് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. അപ്പോഴാണ് അവിടെ പ്രതികരണങ്ങൾ വന്നത്. ആ പ്രതികരണത്തിലാണ് പിന്നെ മാധ്യമങ്ങളൊക്കെ ഇടപെട്ട് ഇങ്ങനെ ഒരു വലിയ വിഷയമാവുകയും അപ്പോൾ തന്നെ അധികൃതർ ഇടപെടുകയും ചെയ്യുന്നത്. അപ്പോൾ അലംഭാവം അത് അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തം.
ഒരു വീഴ്ച ഉണ്ടായെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സാധാരണഗതിയിൽ ഈ വലിയ ആശുപത്രികൾ, സ്കൂൾ കെട്ടിടങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു ഇൻഡോർ ട്രാൻസ്ഫോമറുടെ സപ്പോർട്ടോടു കൂടിയാണ്. കാരണം നേരിട്ട് KSEB വൈദ്യുതി ബന്ധം കൊടുക്കുന്നതല്ല ആ രീതി. പകരം ഒരു ഇൻഡോർ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുകയും ആ ട്രാൻസ്ഫോമറിൽ നിന്ന് ആശുപത്രിയിലേക്ക് ആവശ്യമായ കറണ്ട് റിസീവ് ചെയ്യുകയും ചെയ്തു. അതിനൊരു ഇൻഡോർ ട്രാൻസ്ഫോമർക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയിലാണ് കഴിഞ്ഞ 2 ദിവസമായി എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടൻ്റാണ് ഇക്കാര്യത്തിൽ നമുക്കുള്ള വിശദീകരണം നൽകേണ്ടത്, അല്ലെങ്കിൽ ഒരു വിശദമായ വിശദീകരണം നൽകേണ്ടത്. ഏതായാലും ആ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടായി. അതിനുശേഷം ഇന്ന് വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു തടസ്സം നേരിട്ടു. നിരവധി ബൈസ്റ്റാൻഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിസരത്തുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അവരടക്കം പ്രതിഷേധത്തിലായിരുന്നു. ചേട്ടാ, ബൈസ്റ്റാൻഡർ ആണോ? അല്ല, ഇവിടെ ഉണ്ടായിരുന്നു. എപ്പോൾ തൊട്ടാ കറണ്ട് പോയത്? ഒരു 7:15 ആവും. തീർച്ചയായിട്ടും 3 മണിക്കൂർ കറണ്ട് പോയായിരുന്നു. പിന്നെ മിനിറ്റിന് വേണ്ടി ഡെലിവറി ചെയ്യുന്ന ഹോസ്പിറ്റലല്ലേ, ഇത്രയും മണിക്കൂർ നിർത്തിയിടുമ്പോൾ ആരായാലും ഒന്ന് പേടിച്ചു പോകും. നമുക്ക് അതുകൊണ്ട് നമ്മളെ കുട്ടികളോട് ഇവിടെ ഉണ്ട്. വളരെ മോശമായ പ്രവൃത്തിയായിരുന്നു. വലിയൊരു ആശങ്കയായിരുന്നു. കാരണം അകത്ത് കുട്ടികൾ കിടക്കുന്നു, ഒരുപാട് ആൾക്കാർ കിടക്കുന്നു. പിന്നെ അത് മാത്രം നഴ്സറി ഉണ്ട് അകത്ത്, ഒരുപാട് കുട്ടികളോട് ഉണ്ടല്ലോ. അപ്പം നമുക്ക് പുറത്തേക്ക് നമുക്ക് തന്നെ പേടിയായിരുന്നു. പിന്നെ മാക്സിമം ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഭാഗ്യത്തിന് കറണ്ട് വന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു വീഴ്ചയല്ലേ? കാരണം ഇത് വലിയൊരു ആശുപത്രിയാണ്. അവിടെ ഇങ്ങനൊരു സാങ്കേതിക സംവിധാനത്തിൽ പോലും ശ്രദ്ധയില്ല എന്നുള്ളത് വീഴ്ചയല്ല. ആണ്. അവരൊരു പവർ യൂണിറ്റ് പോലും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് കറണ്ട് വന്ന് എത്തിപ്പെട്ട് 3 മണിക്കൂർ കഷ്ടപ്പെട്ട് നന്നായിട്ടല്ലേ? ഇവിടെ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്, നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് ഇക്കാര്യത്തിലെ ഒരു വളരെ ജെനുവിനായിട്ടുള്ള ഒരു പ്രതികരണം. അതിൽ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഈ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സ തേടി എത്തേണ്ടി വരുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് തൈക്കാട് അമ്മയും കുഞ്ഞുങ്ങളുടെ ആശുപത്രി ഉണ്ട്. അവിടെ ഈ നോർമൽ ഡെലിവറി കേസുകളൊക്കെ അവിടെ നടക്കും. ഏതെങ്കിലും തരത്തിൽ വിദഗ്ധ ചികിത്സ വേണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉള്ള സിസേറിയനൊക്കെ പ്രധാനപ്പെട്ട ആവശ്യമായി മാറുകയും അങ്ങനെ വരുന്ന ആളുകളാണ് ഈ SHത്തിലൊക്കെ. അതുപോലത്തെ ചികിത്സ വേണ്ട ആളുകൾ എത്തുന്ന ആശുപത്രിയാണ്. നിലവിൽ നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഈ പേഷ്യൻസിന്? പ്രത്യേകിച്ച് ഈ അത്യാഹിത വിഭാഗത്തിലൊക്കെ ചികിത്സ തേടിയിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുണ്ടോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം അതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം, ഈ അകത്തുള്ള ആളുകൾ, അത് ലേബർ റൂമിലാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ICUവിലാണെങ്കിൽ കൂടിയൊക്കെ അകത്തുള്ള ആൾക്കാർക്ക് ഇതുവരെ പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പുറത്തു നിന്ന് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ആശങ്ക മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി ഇക്കാര്യത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, അങ്ങനെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചതായി ഭാഗ്യവശാൽ നമുക്ക് ഇതുവരെയും ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ അമ്മൂമ്മയടക്കമുള്ള ആളുകൾ, നമ്മൾ അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു, അമ്മൂമ്മയടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരൊക്കെ മണിക്കൂറുകളായി ഇവിടെ കാത്തിരിക്കുകയാണ്. അവർ അമ്മൂമ്മയുടെ ചെറുമകളാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. അമ്മ ഒരൊറ്റ കാര്യം, നമ്മൾ ഈ ചെറുമകളുമായിട്ട് സംസാരിക്കാൻ പറ്റിയായിരുന്നോ? ഇല്ല, നെവർലാൻഡ് പോയില്ല. അവർ പോയി സംസാരിച്ചോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. നമുക്ക് നിലവിൽ ഇപ്പോൾ അങ്ങനത്തെ വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ പോകട്ടെ. അതാണ് നമുക്ക് അതിനകത്ത് ആവശ്യമെന്ന് പറയുന്നത്. കാരണം അതല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടി ഇടയാകും. കാരണം ഈ ഒരുപാട് ആളുകളുണ്ട് പ്രജിൻ. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലേബർ റൂമിൽ കഴിയുന്ന ആളുകളുണ്ട്, ഇൻക്യുബേറ്ററിൽ കുഞ്ഞുങ്ങളുണ്ട്, നഴ്സറി സംവിധാനത്തിൽ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വിദഗ്ധ ചികിത്സ വേണ്ട, ഈ സർജറിയൊക്കെ കഴിഞ്ഞു കിടക്കുന്ന നിരവധി സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായി ഇത് മാറി. കാരണം എന്തായാലും അത് വലിയ ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ് ഷഫീദ്, സംശയമില്ല കാര്യത്തിൽ. എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധിക്കുന്നവരുടെ കൂടി പ്രതികരണം നമുക്ക് വേണം.